മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് ഒരു കത്തെഴുതി. ആ കത്തിൻ്റെ ഉള്ളടക്കം, അങ്ങ് എനിക്ക് മറുപടിയായി ഒരു എഴുത്തയക്കണം, അതിൽ നല്ലൊരു ഉപദേശം വേണം, ആ ഉപദേശം സംക്ഷിപ്തമായിരിക്കണം, അധികം പരത്തി പറയരുത്. മറുപടിയായി ആയിഷ റളിയല്ലാഹു അൻഹ എഴുതി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, വല്ലവരും ജനങ്ങളെ ദേഷ്യം സമ്പാദിച്ചുകൊണ്ട് അള്ളാഹു തആലാന്റെ തൃപ്തിയും പൊരുത്തവും തേടുകയാണ് എങ്കിൽ അള്ളാഹു ജനങ്ങളിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ അതെല്ലാം അള്ളാഹു അദ്ദേഹത്തിന് വകവെച്ചു കൊടുക്കും. നേരെ മറിച്ച് വമനിൽതമസ റിളന്നാസി ബിസഖ്തില്ല, അള്ളാഹു തആലയെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പൊരുത്തവും ഇഷ്ടവുമാണ് ആരെങ്കിലും തേടുന്നത് എങ്കിൽ അള്ളാഹു തആല ജനങ്ങളിലേക്ക് അവനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. അള്ളാഹു അവൻ്റെ സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയില്ല, അള്ളാഹു അദ്ദേഹത്തിന് പലതും നൽകുകയില്ല. ഇതായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ അർത്ഥവത്തായ ഒരു ഉപദേശമാണ് ഇതിലൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നൽകുന്നത്. പല കാര്യങ്ങളും നിർവഹിക്കുമ്പോൾ അവിടെ ജനങ്ങളെ താല്പര്യവും അള്ളാഹു തആലാന്റെ താല്പര്യവും ഒരുമിച്ച് കൂടണമെന്നില്ല. അള്ളാഹു തആലാക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ചിലപ്പോൾ വെറുപ്പായിരിക്കും. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ അള്ളാഹു തആല ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും ജനങ്ങളെ ഇഷ്ടവും ഒത്തുകൂടാത്തയിടത്ത് അള്ളാഹു തആലാന്റെ പൊരുത്തവും ഇഷ്ടവുമാണ് പരിഗണിക്കേണ്ടത്, ജനങ്ങളെ താല്പര്യത്തെയല്ല. അങ്ങനെ അള്ളാഹു തആലാന്റെ ഇഷ്ടം കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങളെ വെറുപ്പിച്ചാൽ ജനങ്ങളിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടു പോകുന്നത് അതെല്ലാം അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുക്കും. നേരെ മറിച്ച് ജനങ്ങളുടെ ഇഷ്ടമാണ് കണക്കിലെടുക്കുന്നത്, അള്ളാഹു തആലാന്റെ ഇഷ്ടമല്ല എങ്കിൽ അള്ളാഹു തആല അദ്ദേഹത്തെ കൈയൊഴിക്കുകയും ജനങ്ങളിലേക്ക് അവനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഈ ഉപദേശത്തിൻ്റെ ഉള്ളടക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.